പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. കഴിഞ്ഞ ദിവസം വർക്ക് ചെയ്ത് കിട്ടിയ മെറ്റീരിയൽ ഉണ്ടല്ലോ, അത് ബ്ലൗസ് ആക്കുക എന്നുള്ളതാണ് പരിപാടി. അന്നേ ദിവസം വേറെ ഒന്നും നടന്നില്ല, ഈ ബ്ലൗസ് മാത്രമാണ് ചെയ്തത് കേട്ടോ. ഭയങ്കര പാടാണ് ഇതേപോലെ നമ്മൾ വർക്ക് ചെയ്ത ബ്ലൗസ് തയ്ച്ചെടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സാധാ ബ്ലൗസ് തയ്ക്കുന്നതിനേക്കാളും ഇരട്ടി പൈസ വാങ്ങുന്നവരുണ്ട് കേട്ടോ ഈ വർക്ക് ചെയ്ത ബ്ലൗസ് ചെയ്യാൻ. കാരണം ഇച്ചിരി പണിയാണ് ഇത് ചെയ്തെടുക്കാനായിട്ട്. നെക്കൊക്കെ നമ്മൾ കറക്റ്റ് സ്ലീവിലും ഒക്കെ വർക്ക് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഈ മറ്റേ ഫൂട്ടൊക്കെ മാറ്റിയിട്ടൊക്കെ അടിച്ചും സൂക്ഷിച്ചും കണ്ടുമൊക്കെ ഈ വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് പൊട്ടാതെയും തട്ടാതെയൊക്കെ വേണമല്ലോ ചെയ്യാനായിട്ട്. ഇതിപ്പോ നമ്മൾ ഇരട്ടിയൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ, മൊത്തത്തിൽ നമ്മൾ പിടിച്ചതാണല്ലോ വർക്ക്. അതായത് വർക്കും ബ്ലൗസിന്റെ സ്റ്റിച്ചിങ്ങും എല്ലാം ഉൾപ്പെടെ പിടിച്ചേക്കുന്നത് കൊണ്ട് നമ്മൾ എക്സ്ട്രാ ഒന്നും ഇട്ടില്ല. പുറത്തുനിന്ന് ഇതുപോലെ വർക്ക് ചെയ്തിട്ട് വരുവാന്നുണ്ടെങ്കിൽ നമുക്കൊരു കുറച്ച് അല്പം കൂട്ടിയിടുന്നതിൽ വിരോധമില്ല, കാരണം നല്ല പണിയുണ്ടല്ലോ. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് വർക്ക് ചെയ്യാനായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണമല്ലോ, അത് നമ്മൾ കൊളാക്കി കഴിഞ്ഞാൽ ഫുള്ള് കൊളവാകും. വീഡിയോ നിന്നെ കണ്ടിട്ട് ഭയങ്കര ഡൗളായിട്ടിരിക്കുന്നു, ഫുഡൊന്നും കഴിക്കുന്നില്ലേ, ഉറങ്ങുന്നില്ലേ, തെർമോമാനേറ്റ് അതൊക്കെ വാങ്ങി അപ്പൊ നീ എന്നാ പറഞ്ഞു? അത് ലിപ്സ്റ്റിക് ഇടാഞ്ഞിട്ടാ ചേച്ചി, ലിപ്സ്റ്റിക് ഇട്ടാലേ ഉണർവ് വരുള്ളൂ. അതെ, അഷ്ടമിക്കൊക്കെ പോയപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും നിൽക്കാൻ നേരത്ത് നാൻസി ചേച്ചി അളങ്ങി നിൽക്കാൻ നേരത്ത് ആൾക്കാരെ വിചാരിക്കും ഈശ്വര ഈ കൊച്ചിങ്ങനെ പണിയെടുത്ത് മടുത്ത് ക്ഷീണിച്ച് നിൽക്കുവാണല്ലോ. കുറെ പേര് ചോദിച്ചു വയ്യല്ലേ കൊച്ചിന് ക്ഷീണമാണല്ലേ എന്ന് എൻ്റെ അടുത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല അങ്ങനെ പറഞ്ഞു. എല്ലാവരുടെയും വിചാരം നാൻസി രാപകലില്ലാണ്ട് ഈ കണ്ടിന്യൂസ് തയ്ച്ചോണ്ടിരിക്കണം, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അവള് വിശ്രമിക്കേണ്ട സമയത്ത് അവൾ വിശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ചെയ്യാനുണ്ടല്ലോ എന്നൊരു ടെൻഷൻ ഉണ്ടാകുമല്ലോ, ആ ഒരു ടെൻഷൻ ഉള്ളത് തന്നെയാണ്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ നാൻസി ബ്ലൗസ് എല്ലാം സെറ്റ് ചെയ്തിട്ട് ഹെമ്മിങ്ങും ഹുക്കൊക്കെ പിടിപ്പിക്കാനായിട്ട് എൻ്റെ തന്നിട്ട് താഴത്തോട്ട് പോയിട്ടോ. ഈ ബ്ലൗസ് ഏതാന്ന് ഓർമ്മയില്ലേ? ഈ സാരിയുടെ ബ്ലൗസാണ്. സാരിയുടെ തന്നെ സെയിം ബ്ലൗസ് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് സെപ്പറേറ്റ് മെറ്റീരിയൽ എടുത്ത് ചെയ്തത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളൊന്ന് പുറത്തു പോകാമെന്ന് തീരുമാനിച്ചു. ഗായ്സ്, ഞങ്ങൾ പുറപ്പെട്ടിരിക്കുന്നു. ഇത് ഇവള് റിട്ടേൺ കൊടുക്കാന്ന് വിചാരിച്ചിട്ട് അവള് റിട്ടേൺ കൊടുക്കാണ്ട് വെച്ചോണ്ടിരിക്കുക. ബൂട്ട് കട്ട് പാന്റ് ഇട്ട് പോവുകയാണ് കുട്ടി. കൊള്ളാം, ഒരു ഭംഗിക്കുണ്ട് കേട്ടോ. ഞാൻ ഓർത്ത് ഫോൺ വിളിച്ച് ഓർഡർ തരുവാന്ന് ആൾക്കാര്. ഇനി മേടിച്ചോ, ഐശ്വര്യായിട്ട് എന്നെ മേടിക്കാൻ പോണ. നാരങ്ങവെള്ളം വേണം. ജയ്സും പോയി. നമ്മുടെ വീടിന്റെ വാതിക്കലുള്ള റോഡിൽ തന്നെ പുതിയതായിട്ട് തുടങ്ങിയ കടയാട്ടോ. ഇനിയിപ്പോൾ ടൗണിലോട്ട് പോകാനായിട്ട് ഉടുപ്പൊന്നും മാറി വിഷമിക്കേണ്ട, അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ഇവിടെ വന്ന് വാങ്ങാം. അങ്ങനെ നമ്മൾ കടയിൽ നിന്ന് നാരങ്ങ വെള്ളം കുടിച്ച് പുറത്തിറങ്ങിയതേ ഗൊറിലയുടെ മുന്നേ 2 മങ്കികൾ നിൽക്കുന്നു. അമ്മയ്ക്ക് മങ്കിയുടെ മുന്നിൽ നിന്ന് വീഡിയോ എടുക്കണമെന്ന് അങ്ങനെ അവിടെ പോയി നിന്നതാണ്. തിരിച്ച് അകത്തോട്ട് കയറി. ജെയ്സന്റെ മെയിൻ പരിപാടി ആട്ടോ ഇങ്ങനെ എറിഞ്ഞെറിയലേ. ഇതങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞ ഒരു ഹരാണ്, പുള്ളി നൃത്തത്തിൽ എറിഞ്ഞോണ്ടേയിരിക്കും. പിന്നെ കീ ഉള്ളത് കൊണ്ട് കീ സമ്മതിക്കണല്ലോ. ജെയ്സൺ ഉണ്ടെങ്കിൽ ജെയ്സൺ തന്നെ അവളെ എടുക്കണം. അതുകൊണ്ട് അവളെ പിടിച്ചോണ്ട് എറിയത് നടക്കില്ലല്ലോ. അതുകൊണ്ട് പിന്നെ പുള്ളി 1 നിർത്തി. അല്ലാന്നുണ്ടെങ്കിൽ 2, 3, 4 ഒക്കെ എറിയുമോ, നിന്നങ്ങോട്ട് എറിയും. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ അകത്ത് കയറി. അപ്പൊ കീ അങ്ങോട്ട് എന്തിലൊക്കെ കയറുന്ന കൊച്ചിന് ഭയങ്കര സംശയമാണ്. ബൈക്കിൽ കയറണോ കാറിൽ കയറണോ. അങ്ങനെ ബൈക്കിലൊന്നും കുറച്ചു നേരം ഞാൻ ഓർത്തത് കയറിയിട്ട് കറങ്ങത്തില്ലെന്ന് ഓർത്തത്, പക്ഷെ ഭയങ്കര സന്തോഷമായിട്ടാണ്. അങ്ങനെ അതിൽ കുറച്ചു നേരം കറങ്ങിയിട്ട് ഞങ്ങൾ ഓർത്ത്. ഞാൻ കുറെ ദിവസമായിട്ട് പറയുന്നു നമുക്ക് മരണക്കിണറെ കയറാൻ. കുറെ നാളായി. കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷം ഞങ്ങൾ മരണക്കിണറെ കയറിയിട്ടില്ല. ഞാൻ ഈ തൊട്ടിലാട്ടത്തിലൊക്കെ കയറും. ഈ ഇവള് കയറത്തില്ല, ഇവക്ക് പേടിയാ. ഞാൻ കയറിയിട്ട് കാറ് പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ അകത്തെത്തി. മരണക്കിണർ കണ്ടിട്ട് പേടിയായിപ്പോ, എന്തൊരു സ്പീഡിലാണ് അവര് കറങ്ങണ. അത് കണ്ടിറങ്ങിയതും പെരുത്ത മഴ.
വീട്ടിലോട്ട് ഓടണോ വേണ്ടിയെന്ന് അറിയാണ്ട് കുറേ നേരം അവിടെ നിന്ന്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഓർത്ത് ഇനിയിപ്പോൾ നിന്നിട്ട് കാര്യമില്ല, നനഞ്ഞ് അങ്ങോട്ട് പോയേക്കാം. അങ്ങനെ ഞങ്ങൾ നനഞ്ഞ് വീട്ടിലെത്തി. പിന്നെ ഇത് പിറ്റേ ദിവസമാണ്. അന്നത്തെ ദിവസം കുറേ പരിപാടികളുണ്ടായിരുന്നു എനിക്ക് കേട്ടോ. അടി, തോപ്പ്, തൊട, തുണിയലക്ക്, അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ കുറേ നാളായി വിചാരിക്കുന്നു. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കുറച്ച് നാൾ മുന്നേ വാങ്ങിച്ചതാണ് ഈ കുപ്പി ബോട്ടിലുകൾ. അതിൻ്റെ അടപ്പൻ്റെ പരിവം കണ്ടില്ലേ? ഞാൻ ഓർത്ത് സാൻഡ് പേപ്പർ ഇട്ട് ഉരച്ചൊക്കെ ക്ലീൻ ചെയ്തിട്ട് പെയിൻ്റ് അടിച്ചെടുക്കാമെന്ന്. നമ്മൾ ഈ ഉപ്പ് നമ്മൾ കൈകൊണ്ടാണല്ലോ എടുക്കുന്നത്. അങ്ങനെ എടുത്തിട്ട് നമ്മൾ നേരെ മസാല ഇടാനായിട്ട് ഈ കുപ്പി ചെന്ന് തൊടുക്കും. അങ്ങനെ തൊടുമ്പോഴാണ് തുരുമ്പിച്ച് പോകണമെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇതിങ്ങനെ തുരുമ്പിക്കുന്ന ഒരു ടൈപ്പ് മെറ്റീരിയൽ ആണല്ലോ. ഞാൻ ഓർത്തു ആദ്യമേ വെള്ള പെയിൻ്റ് അടിക്കാമെന്ന്. അതെന്താണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ കറുക്കൂല. അപ്പോൾ നമുക്ക് കറുത്ത പെയിൻ്റ് അടിച്ചു കൊടുക്കാം. ഐസിക്ക് വിശക്കുന്നെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, അടുക്കളയിലോട്ട് അങ്ങ് കേറി. അതെ, പനീർ ബട്ടർ മസാലയും ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കാന്ന് ഓർത്ത്. ഇത് എന്റെ സീക്രട്ട് റെസിപ്പിയാണ്. ഇത് കണ്ടോ, ഈ മിക്സ് ഒക്കെ ഇതിനകത്ത് സവോളയുണ്ട്, തക്കാളി ഉണ്ട്, വറ്റൽമുളകുണ്ട്, കാണാമല്ലോ ഇതിനകത്ത്, ക്യാഷ്യൂനട്ടുണ്ട്. ഇതെല്ലാം ഇട്ടിങ്ങനെ കിച്ചാന്ന് പറഞ്ഞ സോട്ട് ചെയ്തിട്ട് നമ്മൾ ഇടയ്ക്ക് കുറച്ച് മഞ്ഞപ്പൊടി, മുളക് പൊടി, തെറ്റിപ്പോയി. ഓരോരുത്തർ ഓരോരോ പണികളിലാണ്. അവള് ചപ്പാത്തി വരത്തുന്നു, ഞാൻ കറി ഉണ്ടാക്കുന്നു, അമ്മ അച്ചിങ്ങാ കറി വെക്കാം. അമ്മയ്ക്ക് ഈ ചപ്പാത്തിയും പനീറൊന്നും പിടിക്കില്ലല്ലോ. അമ്മ അച്ചിങ്ങാ മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ അത് ചെയ്തോളൂ. അത് നോക്കാൻ പോയ ഗ്യാപ്പിൽ എന്റെ ചപ്പാത്തി കരിഞ്ഞു പോയി. ഈ പനീറിലുണ്ടല്ലോ ഞാൻ ആകപ്പാട് 2 വറ്റമുളകേ ചേർത്തുള്ളൂ. 3ാമതൊരെണ്ണം ചേർത്തിരുന്നെങ്കിൽ പുകഞ്ഞിട്ട് അത് തിന്നാൻ പറ്റിയില്ലായിരുന്നു. ഭയങ്കര എരിവായി പോയേനെ കേട്ടോ. അങ്ങനെ അത് തന്നെ നല്ല എരിവായിരുന്നു. നാവ് പുകഞ്ഞോണ്ടാണ് തിന്നത്. അതിനിടയിൽ ഞാൻ ഐസ്ക്രീം ഇവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അവളെ തന്നെ തിന്നോണ്ട് ഞാൻ തിന്നുന്നില്ല കേട്ടോ. എനിക്ക് അലർജി പ്രശ്നം ഇപ്പോൾ ഉള്ളതുകൊണ്ട് ഞാനത് ബഹിഷ്കരിച്ചിരിക്കണം. അങ്ങോട്ട് ഞാൻ നോക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ മുകളിലോട്ട് വന്ന് കുറച്ച് കാര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മ താഴത്ത് മുട്ട പൊരിക്കണതിൻ്റെ മണം. ആ മണം അടിച്ചിട്ടാണ് ഞാൻ ഓടുന്നത് മുട്ട പൊരിച്ചത് ചൂടോടെ കഴിക്കാനായിട്ട്. അവിടെ ചെന്ന പാടെ തന്നെ ഒരു കഷ്ണം എടുത്ത് തന്നെ കടിച്ചു തന്നെയുമാണ്. ഈ മുട്ട പൊരിച്ചത് ശരിക്കും ചൂടോടെ തിന്നുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റാണ്. അതാണ് ഈ തട്ടുകടയിൽ നിന്ന് ഇത്ര തിരക്കാന്ന് തോന്നുന്നത്. ആ ചൂടോടെ തിന്നുമ്പോൾ ഭയങ്കര ടേസ്റ്റ് അല്ലേ. അങ്ങനെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് മുട്ട പൊരിച്ചു, മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി. അതെല്ലാം കഴിഞ്ഞു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ദാഹം. ഒരു ഓറഞ്ച് ജ്യൂസും കൂടി ഉണ്ടാക്കി കുടിച്ചപ്പോഴത്തേക്കും അന്നത്തെ ദിവസം ഈ തലയിലിരിക്കുന്ന വളയം കണ്ടില്ലേ, നാൻസിയുടെ കൂട്ടുകാരൻ്റെ ചേച്ചി കൊച്ചിന് പാല് കൊടുക്കാൻ വേണ്ടി കുറച്ച് പടി ഇവിടെ ഒന്ന് വന്നായിരുന്നു. അവരുടെ കയ്യിലിരുന്നതാണ് ഈ വളയെങ്കിൽ അവിടെ പോയി പമ്മി നിന്ന് അത് എടുത്തിട്ടുണ്ട്. അത് അവസാനം അവർ തന്നിട്ട് പോയി കേട്ടോ, കൊച്ചെടുത്തോളാൻ പറഞ്ഞിട്ട്. അതും കൊണ്ട് തലയിൽ വെച്ചിട്ട് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കുറച്ച് നേരം ഡാൻസ് കളിച്ച്. അമ്മ അടിച്ചടിച്ച് ഒരു സ്ഥലത്ത് ഇതിട്ട് വിളിക്കുവാണ്. എടി എനിക്ക് നടക്കാൻ മേലടി, നീ വാന്ന്. ഞാൻ അമ്മനെ വിളിക്കാൻ പോവാ. അഷ്ടമി പ്രമാണിച്ച് വെളുപ്പിനെ 5 മണിക്ക് പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ 10 മണി 10:30 ആകും പണി കഴിയുമ്പം ക്ഷീണമായിരിക്കും കേട്ടോ. നടക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ പോയി കൊണ്ടുവന്നു. എന്തൊക്കെയാ ലൈനിങ് വേണ്ടതെന്ന് വെച്ചാൽ വേഗം പറ. ലൈനിങ് പിള്ളേർ ഉടുപ്പ് തയ്ക്കാന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന് ഈ കൊച്ചിന്റെ ഉടുപ്പിൽ ലൈനിങ് വേണം. ഇത് നല്ല കട്ടിയുള്ളതല്ലേ? വേണം, എനിക്കറിയില്ല കേട്ടോ. നല്ല കട്ടിയല്ലേ? ലൈനിങ് ഇല്ലെങ്കിൽ ഒരു സുഖമില്ലല്ലോ. ലൈനിങ് എടുത്തോളാൻ പറഞ്ഞു. താഴത്തൊരു പോർഷൻ ഉണ്ട്, അതിന് ലൈനിങ് അവൈലബിൾ. അപ്പൊ ഇതിന് കറുപ്പെടുക്കും. ഇതിനൊരു 2 മീറ്റർ കറുപ്പെടുത്താൻ മതി. അതിന് 2 മീറ്റർ കറുപ്പ്. ഇതിനും കറുപ്പെടുക്ക്. ഏതിനൊക്കെ വേണമെന്ന് പ്രത്യേകം കണക്കെടുക്കാണ്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യപ്പെട്ടതിന് മാത്രം വാങ്ങില്ല. പിന്നെ നമ്മൾ തുണിയൊക്കെ മാറി എന്തെങ്കിലും വേറൊരു പണിക്കിരിക്കുമ്പോഴാണ് ഞാൻ അയ്യോ ഇതിന് ഇല്ലടി എന്നും പറഞ്ഞുകൊണ്ട് വരുന്നത്. അതുകൊണ്ട് ഞാൻ പ്രത്യേകം എല്ലാത്തിനും ഏതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പീസ് അടക്കം വേണം കൊണ്ടുപോകാനായിട്ട്. സിബൊക്കെ മേടിക്കുമ്പോഴേ നമ്മളൊന്ന് നോക്കി മേടിക്കണം. ഏത് ഇതിനാണോ? ജോസ്ലി ചേച്ചി ഈ കഴിഞ്ഞ അതെ ഇതുപോലെ ഇതെങ്ങനെ ചെയ്യും? ഇതിന് നീ ഇതേപോലെ സ്കാലപ്പ് ചെയ്യാൻ പറ്റുമോ? ട്രൈ ചെയ്ത് നോക്കാം. അയ്യോ എനിക്ക് മറ്റേ ഒരു ഇത് മേടിക്കണം. ഭരണി ഉപ്പിട്ട് വെക്കണ ഭരണി, ആണ്ടിരിക്കണം ഭരണി. ഒരു നെക്ലസുകൾ, കരിമ്പൻ തോട്ടം. മറ്റേ അവര് ചപ്പാത്തി ഉണ്ടാക്കണത് കാണാം. ഇതെല്ലാവരും ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക സ്ലോ മോഷനെ പൊട്ടി. ഈ വഴിക്കച്ചവടക്കാരെ ചപ്പാത്തി ഉണ്ടാക്കണ കാണാൻ നല്ല രസമാട്ടോ. കയ്യിലൊക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണിച്ച് ചുട്ടെടുക്കുന്നത് ഭയങ്കര ഭംഗിയാണ്. ഞാൻ ഈ അഷ്ടമി സമയത്ത് ഈ ഓരത്ത് കൂടി പോകാൻ നേരത്ത് എപ്പോഴും ഇത് നോക്കിക്കൊണ്ട് പോകുള്ളൂ ഇവർ ചപ്പാത്തി ഉണ്ടാക്കണ കണ്ടുകൊണ്ട്. അങ്ങനെ നമ്മൾ ചന്തയിലോട്ടാണ് പോയത്. ചന്തയിൽ ചെന്നു. പ്രത്യേകിച്ച് അങ്ങനെ ഒരു വാങ്ങാൻ തോന്നിയതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മാച്ചാൻ കുറച്ചിലും വാങ്ങിച്ചുകൊണ്ട് വീട്ടിലോട്ട് വന്നു. ജെയ്സിന് ഷേക്ക് കുടിക്കണമെന്ന് പറഞ്ഞ് കടയിൽ കയറിയതാണ്. ഞാൻ ഇങ്ങനെ നോക്കുവാണ് ഏതാണ് ഇപ്പം വേണ്ടതെന്ന്. എനിക്കങ്ങനെ നോക്കിയിട്ട് പ്രത്യേകിച്ച് ഒന്നും കഴിക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് ഞാനൊന്നും വേണ്ടാന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എനിക്ക്
ദാഹായി. ഈ കാത്തിരിക്കണമല്ലോ ഷേക്ക് കിട്ടുന്നത് വരെ. അതുകൊണ്ട് ഞാനൊരു നാരങ്ങ വെള്ളം കുടിച്ചു. വീട്ടിൽ വന്നു, പിന്നെ മീൻ ക്ലീൻ ചെയ്തു, കറി വെച്ചു, വറക്കാനായിട്ടെല്ലാം സെറ്റ് ചെയ്തു. ഇതെല്ലാം ചെയ്ത് വന്നപ്പോൾ തന്നെ നല്ലൊരു സമയമായിട്ടുണ്ട്. ഇത് സമയം പോണ വഴി അറിയില്ല കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഒരു ദിവസം തുടങ്ങുന്നത്. എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ തന്നെ സമയം തീർന്നു. കൊള്ളാല്ല കാണാൻ. നിവരുന്നില്ലേ? അത് ഈ മെറ്റീരിയൽ ഇങ്ങനത്തെ അല്ലേ, ഓർഗൻസാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നെക്ക് റെഡി ആക്കിയിട്ടില്ലല്ലേ? ഇത് ഫ്രണ്ട് അല്ലേ? എത്ര തേച്ചിട്ട് നിവരുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് നഴ്സ് നിവർത്താനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു സ്റ്റീമേണർ വാങ്ങണം കേട്ടോ. അതാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ നിവരുമെന്നാണ് എല്ലാവരും പറയുന്നത്. നമ്മുടെ ഈ തേപ്പോട്ടി പൊട്ട തേപ്പോട്ടിയാണ്. ഇതുകൊണ്ട് തേക്കുന്നതിലും ഭേദം തേക്കാതിരിക്കുന്നതാണ്. തേച്ചാലും അത്ര നിവരില്ല. ഇത് ഓർഗൻസ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ചുക്കിച്ചുളിഞ്ഞങ്ങോട്ട് ഇരിക്കും. നിവരാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ ഇത് തേച്ചും പിടിച്ചും നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിലേ നമ്മൾ ചെയ്ത് വെക്കുന്നതും ഇതും തമ്മിൽ ഇച്ചിരി ഒരു അന്തരം വരും. അതുകൊണ്ട് നഴ്സ് തേച്ചൊക്കെയാണ് നെക്ക് പിടിപ്പിക്കാനായിട്ട്. ആ ഗ്യാപ്പിൽ ഞാൻ കിയാനെ പോയി കൊണ്ടുവന്നു. അവക്കൊന്ന് കടയിൽ പോകണമെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര വാശി. ഈ സാധനം അവിടെ കണ്ടുവെച്ചായിരുന്നു വരുന്ന വഴിയിൽ. അങ്ങനെ ഞാൻ അത് പോയി വാങ്ങി വന്ന വഴിക്ക് ഞാൻ ഓർത്ത് എന്താണല്ലേ ഇറങ്ങിയതല്ലേ, കൊച്ചിനൊന്ന് പാർക്കിലോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് പാർക്കിൽ ചെന്നിട്ട് പോണ വഴിക്ക് അവൾ വേറെന്തോ കണ്ട്. ബാറ്റെന്നാ ഞാൻ കേട്ടത്. ബാറ്റ് വീട്ടിൽ എത്ര എണ്ണം കിടക്കണം. അതുകൊണ്ട് ഞാൻ നിർബന്ധിച്ചു, വേണ്ട നിനക്ക് വാങ്ങി തരില്ല എന്നും പറഞ്ഞുകൊണ്ടുള്ള രീതിയിൽ ഞാൻ വീട്ടിലോട്ട് കൊണ്ടുവന്നു. അങ്ങനെ ഒരു 4 മണിക്ക് തുടങ്ങിയ കരച്ചിൽ അവൾ നിർത്തണില്ല. കണ്ടിന്യൂസ് കരയോട് കര കേട്ടോ, നിർത്തുന്നില്ല. ഞാൻ ഓർത്തത് ഇപ്പൊ നിർത്തും എന്ന് പറഞ്ഞിട്ട് എവിടെ നിർത്താൻ, എന്നെ കയ്യെ പിടിച്ച് വലിയ വാ പോകാം എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഞാൻ പേടിപ്പിച്ച് നിർത്തിയതാണ്. എവിടെയായിട്ട് അവക്കൊരു പേടിയില്ല, കരച്ചിലോട് കരച്ചിൽ. അവസാനം ഞങ്ങൾ തീരുമാനിച്ചു എന്നാലൊന്ന് പുറത്ത് പോയേക്കാന്ന്. സമാധാനമാണല്ലോ മനുഷ്യന് ഏറ്റവും പ്രധാനം. അവൾ എന്തോ വഴിയിൽ കണ്ടുവച്ചിട്ടുണ്ട്, അതിനാണ് ഈ കരഞ്ഞോണ്ടിരിക്കുന്നത്. എൻ്റെ അടുത്ത് പോകാന്ന് പറയുമ്പോൾ ഞാൻ കണ്ണൂരിട്ട് പിടിപ്പിക്കുമ്പോൾ ഉടനെ വാതിക്കലോട്ട് ഓടും. ആന്റി അമ്മ തല്ലി എന്ന് പറഞ്ഞോണ്ട് ആന്റി അവിടെ തിരക്കിട്ട് തയ്ച്ചോണ്ടിരിക്കില്ലായിരുന്നു. അങ്ങനെ അവസാനം ഞങ്ങൾ 3 പേരും കൂടി ഒരുങ്ങി ഇറങ്ങി. കൊച്ചിന്റെ ആഗ്രഹം എന്താന്ന് വെച്ചാൽ അവൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയാമല്ലോ. പോകുന്ന വഴിക്ക് ഭരണിക്കൂട്ടം കണ്ടപ്പോൾ ഞങ്ങൾ ഒരു ഭരണി മേടിക്കാന്ന് വിചാരിച്ച് നിന്നിട്ട് നിർത്തണില്ല. അവൾ ഉദ്ദേശിച്ചിടത്തോട്ട് അവൾ ഉന്നം വെച്ചോണ്ടിരിക്കുവാണ് പോവാനായിട്ട്. അങ്ങനെ ഒരു ഭരണി ഞങ്ങൾ വാങ്ങിച്ചു കേട്ടോ, ഉപ്പിട്ട് വെക്കാനായിട്ട്. നോക്കിക്കേ, പുള്ളിക്കാരത്തി ആ കണ്ട സാധനം ഏതാന്ന് തപ്പി നടക്കുവാണേ. ഇവക്ക് കറക്റ്റ് വഴിയൊക്കെ അറിയാം. ഇവളെങ്ങനെ ഇത് പഠിച്ചു? എനിക്ക് ഈ പ്രായത്തിലൊക്കെ തെക്കും വടക്കും പോലും അറിയാൻ മേലായിരുന്നു. അപ്പൻ്റെ കൂടെ നടന്നേ ഫുള്ള് റൂട്ടും പുള്ളിക്കാരത്തി പഠിച്ചു വെച്ചേക്ക്. ഈ ബാറ്റിന് വേണ്ടിയിട്ടാണ് അവൾ അത്ര നേരം നിന്ന് കരഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ അത് കിട്ടിയപ്പോൾ അവൾക്ക് സന്തോഷമായി. പിന്നെ ഞങ്ങൾ എന്താണല്ലേ ഇറങ്ങിയതല്ലേ, ഒന്ന് ചുമ്മാ വന്ന്, വലിയ ഒരുപാട് ദൂരത്തോട്ടൊന്നും പോകുന്നില്ല, ചുമ്മാ വന്ന്. കാരണം ഇവളെ എടുത്തോണ്ട് നടക്കാൻ ഇച്ചിരി പ്രയാസമാട്ടോ, എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഇച്ചിരി അങ്ങോട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ സാധനം വേണ്ടാന്ന് വെച്ച അമ്മയുടെ എക്സ്പ്രഷൻ കണ്ട. ഞങ്ങൾ പിന്നെ കുറച്ച് മോമോസും ഐസ്ക്രീമും ഒക്കെ കഴിച്ച് വെച്ച് ഞങ്ങൾ അന്നത്തെ ദിവസം ശുഭമായി. അത്രേ ഞങ്ങൾ പോയുള്ളൂ. പിന്നെ മുന്നോട്ട് പോയില്ല, തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു. നമ്മൾ ഇന്നലെ ചെയ്ത ഡ്രസ്സിന്റെ ഫൈനൽ ലുക്ക് കാണിച്ചില്ലല്ലോ, അങ്ങനെ അതും കൂടി കാണിച്ചിട്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം ഞാൻ ഡ്രസ്സൊന്നും എടുത്ത് കാണിക്കാൻ പറഞ്ഞു. നാൻസി തിരക്കിട്ട് വേറെ സാധനം ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇതിപ്പോൾ പിറ്റേ ദിവസമാണല്ലോ. അങ്ങനെ ഇതാണ് ചെയ്തെടുത്ത ഡ്രസ്സ്. നല്ല രസമില്ലേ കാണാൻ? എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു റെഫറൻസ് കാണിച്ചു തന്നായിരുന്നു കേട്ടോ, അതേപോലെയാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഈ ഒരു ടോപ്പ് കാണുമ്പോൾ ഒരു സ്ലിറ്റർ ടോപ്പാണെന്ന് തോന്നുമെങ്കിലും ഇതിനകത്ത് കുറച്ച് പ്രത്യേകതകളും കാര്യങ്ങളും വരുന്നുണ്ടല്ലോ. അതാണ് ഇതിനെടുക്കുന്ന സമയം എന്ന് പറയുന്നത്. ഇത് ചെയ്യാനായിട്ട് പ്രത്യേകം നമുക്ക് ഇച്ചിരി കൂടുതൽ സമയം എടുക്കും. അന്നത്തെ ദിവസം നാൻസി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇത് തന്നെയാണ് ചെയ്തത്, വേറെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതെങ്ങനെ ചെയ്യണമെന്നൊക്കെ ആലോചിക്കുകയൊക്കെ വേണമല്ലോ. അങ്ങനെയൊക്കെ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഒരു അല്പം സമയം കൂടുതൽ വരും. ഒരുപാട് പേര് പല പാറ്റേൺസ് അയച്ചു തന്നിട്ട് ഇത് ചെയ്യാൻ എത്ര റേറ്റ് ആകും എന്നൊക്കെ ചോദിക്കും. നമ്മൾ ഏകദേശം ഒരു റേറ്റ് പറയുമ്പോൾ പിന്നെ ആ വഴിക്ക് വരില്ല കേട്ടോ. അത് ആൾക്കാർ ഇത് പാറ്റേണിന്റെ റേറ്റ് കേട്ട് പേടിച്ച് പോകണതാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അത്ര പേടിക്കാൻ മാത്രമുള്ള റേറ്റ് ഒന്നും നമ്മൾ അങ്ങനെ പറയാറില്ല. പക്ഷേ പ്രത്യേകം ഇതേപോലെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനനുസരിച്ച് എന്താണെങ്കിലും റേറ്റിൽ ചെറിയ വ്യത്യാസങ്ങൾ വരും. ഭയങ്കര ഓവറായിട്ട് വിലയിട്ട് വാങ്ങുന്ന ആൾക്കാരൊന്നും അല്ല. എന്നാലും ചിലവർക്ക് എന്തോ ഇത് കേൾക്കുമ്പോൾ ഭയങ്കര പേടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നമ്മുടെ ടോപ്പ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ഇവിടെ തീരാൻ പോവുകയാണ്. അപ്പോൾ ടാറ്റാ ബേബി.